ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് കോന്നി ആനക്കൂട്ടിലാട്ടോ. കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹമാണ് കോന്നി ആനക്കൂട്ടി വരണം എന്നുള്ളത്. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു. കാരണം ഇവിടെ എഡ്വേർഡും നദാനൊക്കെ എന്നും പറയും നമുക്ക് ആനയെ കാണാൻ പോകണം, കോന്നി പോകണം എന്നൊക്കെ എന്നും പറയും. പക്ഷെ തിരക്കായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇന്നൊരു ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ച അവധിയാട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പം ഫസ്റ്റ് കാണുന്നത് ഈ ആനക്കൂടാട്ടോ. ഈ ആനക്കൂട് എന്ന് പറയുമ്പം ഇവിടെ ആനകളെ പരിശീലിപ്പിക്കുന്ന സ്ഥലമാണ്. നമ്മൾ കാട്ടിൽ നിന്നൊക്കെ ആനയെ കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ കൊണ്ടുവന്നാണ് അതിൻ്റെ പരിശീലനം കൊടുക്കുന്നത്. അത് ഈ ഒരു കൂട്ടിയിട്ടാട്ടോ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് കൂട് കാണാം. ഈ കൂട്ടിലിട്ടാണ് അതിനുള്ള പരിശീലനങ്ങൾ എല്ലാം കൊടുക്കുന്നത്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള പ്ലേസ് ആട്ടോ. കുറേയധികം വിസിറ്റേഴ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ആനകളുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് കയറി നോക്കാം. എനിക്കറിയില്ല എത്ര ആനകളുണ്ടെന്ന് എനിക്കറിയില്ല, കുറേ എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മ്യൂസിയം ഉണ്ട്. ഒന്നുമില്ല, 2 മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നു. ഇതെല്ലാം നമുക്ക് കയറി കാണണം. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് ആനകളെ അടുത്തധികം കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ വീടിൻ്റെ സമീപത്ത് കൊണ്ടുവയ്ക്കട്ടെ ഇപ്പം കണ്ടേക്കുന്നതല്ലാതെ അതിനുശേഷം എനിക്ക് അടുത്ത് കാണാൻ പറ്റുന്ന അവസരങ്ങൾ വളരെ ചുരുക്കമാണ്. എനിക്ക് ഇന്ന് വളരെ അടുത്ത് ആനകളെ കാണാൻ പറ്റുമെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് കയറി പോകണമെന്നാണ് പറഞ്ഞത്. മുകളിലോട്ട് കയറി പോകുമ്പോഴാണ് നമുക്ക് ആനകളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ആനകളുടെ ചരിത്രം അല്ലെങ്കിൽ ഈ ആനക്കൂടിൻ്റെ ചരിത്രമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ ബോർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ആനക്കൂട് എന്നുണ്ടാക്കി, അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ ചറപറ ഓടി. അമ്മമാർക്കാണെങ്കിൽ ആനകളെ കാണുന്നതിൽ ഭയങ്കര ആഗ്രഹം കേട്ടോ. ഇവിടെ കാണാൻ പറ്റും, ഇതായിട്ട് മ്യൂസിയം. ഇത് മ്യൂസിയമാണ്. നമുക്ക് ആ മ്യൂസിയത്തിലേക്ക് ഒന്ന് കയറണം. ഈ വഴി മുകളിലോട്ട് പോകുമ്പോഴാണ് ആനകളെ കാണാൻ പറ്റുന്നതെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഇതിന് സമീപത്ത് കുറേ ചെറിയ ചെറിയ പാർക്കുകളുണ്ട്, ഒരു 3D മ്യൂസിയം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ മരങ്ങളുണ്ട് കേട്ടോ. ഈ മരങ്ങളിലൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു മ്യൂസിയമാണ്. ഇവിടെ ആനകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കയറി കാണണം. ഇതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂസ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോൾ ഏറ്റവും ബെസ്റ്റാട്ടോ. ഇവിടെ പാർക്കിംഗ് ഫീസുണ്ട്. നിങ്ങൾ വണ്ടികൾ വരുമ്പോൾ പാർക്കിംഗ് ഫീസുണ്ട്. 40 രൂപയാണ് പാർക്കിംഗ് ഫീസ്. ഇവിടെ കയറാനുള്ള ഫീസ് എന്ന് പറയുമ്പോഴത്തേക്കും മുതിർന്നവർക്കാണെങ്കിൽ 40 രൂപയും പിള്ളേർക്കാണെങ്കിൽ 10 രൂപയേ ഉള്ളൂ. നിങ്ങൾ കോന്നി അല്ലെങ്കിൽ റാന്നി, പത്തനംതിട്ട ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടും വന്ന് കാണേണ്ട ഒരു പ്ലേസാണ്. കാരണം ഇതുപോലെ മറ്റൊരു പ്ലേസ് എനിക്ക് തോന്നുന്നില്ല പത്തനംതിട്ട ജില്ലയിലുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഉള്ളോട്ട് കയറുമ്പോൾ കാണുന്ന കാഴ്ച എങ്ങനെയാട്ടോ. വളരെ മനോഹരമാണ്. ആനകളെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇത് തടിയിലും അതുപോലെ സിമെൻറ്റിലേക്കാണ് ആനകളെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങുകളാട്ടോ. വളരെ മനോഹരം. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഉദ്ദേശിച്ചേക്കാളും ഒത്തിരി ബെറ്ററാണ്. ഞാൻ ഇങ്ങനെയൊന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചേക്കാളും കൂടുതലാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. വളരെ രസമാണ്. അതുപോലെ വളരെ നീറ്റ് ആൻഡ് ടൈഡി ആട്ടോ. വളരെ നീറ്റ് ആൻഡ് ടൈഡി. ഇവിടെ നമുക്കങ്ങനെ പൊടിയോ അങ്ങനെ ഒന്നും കാണാനില്ല. വളരെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ വീഡിയോസ്, യൂട്യൂബറൊക്കെ ആണെങ്കിൽ വീഡിയോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അവസരമുണ്ട് കേട്ടോ. അങ്ങനെ ഇത് എഡ്വേർഡ് ഓടിയെത്തി. ഇതാട്ടോ ആന. ഇവിടെയാണ് ആന. ഇവിടെ 4 ആനകളെ ഇപ്പോൾ കേട്ടോ. ഞാൻ വിചാരിച്ചൊരു 10-20 ആനകളെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്ന് കരുതിയാണ് ഞാൻ വിചാരിച്ചത്. വന്നപ്പോൾ അങ്ങനെ വിചാരിച്ചത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റും 4 ആനകളുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് വളരെ അടുത്ത് നമുക്ക് ആനകളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത്രയും അടുത്ത് ആനകളെ കാണാൻ എനിക്ക് ഇതിനു മുമ്പ് പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിൽ ആന വന്നപ്പോൾ അന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ നമ്മൾ അടുത്ത് ആനകളെ കണ്ടേക്കുന്നത് വളരെ ചുരുക്കമാണ്. നമുക്ക് വളരെ അടുത്ത് നമുക്ക് ആനകളെ കാണാം. ഇവിടെ 4 ആനകളാണ്, ചെറുതും വലുതുമായിട്ട് 4 ആനകളുണ്ട്. ഇതിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നിൻ്റെയും സമീപം പേരുണ്ട്, അതിൻ്റെ വയസ്സുണ്ട്, എവിടെ നിന്ന് കിട്ടിയതെല്ലാം വിശദമായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതിൻ്റെ പേര് പ്രിയദർശിനി എന്ന് തോന്നുന്നു. പ്രിയദർശിനി. അങ്ങനെ ഓരോന്നിൻ്റെ പേര് നോക്കാം. നമുക്കെല്ലാം ആദ്യം എല്ലാ ആനകളെയും ഒന്ന് കാണാം കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ല, കാരണം ഞാനിത് ഫുൾ എടുക്കുന്നുണ്ട്. ഈ ആനകളെ കാണാൻ ഭയങ്കര രസം കേട്ടോ. അതിൻ്റെ ചേഷ്ടകളും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വാലാട്ടുന്നതും എല്ലാം കാണുന്നത് ഭയങ്കര രസമാണ്. ഇവിടെ നദാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി നടന്ന് പല ആനകളെയും കാണുവാണ്. എനിക്ക് തോന്നുന്നു അവന് ഇഷ്ടപ്പെട്ട ചെറിയൊരു ആനയുണ്ട് ഇവിടെ. ആ ആനയാണ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതിൻ്റെ പേര് കൃഷ്ണ എന്നാണ് എൻ്റെ പേര്. ഒരു കുഞ്ഞു ആനയാട്ടോ. ഭയങ്കര രസമാണ് എൻ്റെ കാട്ടായം കാണാൻ. അതിങ്ങനെ ഇരുന്ന് വാലാട്ടുകയും ചെവിയാട്ടുകയും കാണുന്നതാണ് ഭയങ്കര രസമാണ്. 13 വയസ്സ് മാത്രമേ ഇതിന് പ്രായമുള്ളൂ കേട്ടോ. ഇത് തിരുവനന്തപുരം ഡിവിഷനിൽ നിന്ന് കിട്ടിയ ഒരു ആനക്കുഞ്ഞാണ്. ഇവിടെ ആനക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ട്രെയിൻ ചെയ്തെടുക്കുന്ന കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ മെയിൻ ഉദ്ദേശം, ഈ ആനക്കൊണ്ടിൻ്റെ മെയിൻ ഉദ്ദേശം ഈ വനത്തിൽ നിന്ന് കിട്ടുന്ന പരുക്ക് പറ്റിയതും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിലൊക്കെ കിട്ടുന്ന ആനകളെ ഇവിടെ കൊണ്ടുവന്ന്
പരിശീലിപ്പിച്ചെടുക്കുക. അതിനുശേഷം കുങ്കിയാനകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പം നിങ്ങൾ ഇവിടെ കോന്നിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു മോർണിംഗ് വരാൻ നോക്കുക. ഒരിക്കലും ഈവനിങ് വരല്ല. കാരണം മോർണിംഗ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കണ്ട ശേഷം ഇതിൻ്റെ അടുത്തൊരു കൊട്ടവഞ്ചി ഉണ്ട് കേട്ടോ. കൊട്ടവഞ്ചി ഉള്ള സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാം. ഈവനിങ്ങാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ കണ്ടിറങ്ങുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും ഒരു 3-4 മണിക്കൂർ പോകും കേട്ടോ. നമ്മൾ പിള്ളേരെ കൊണ്ടൊക്കെയാണ് വരുന്നതെങ്കിൽ അമ്മൊരു 2-3 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യും. കാരണം ഈ ആനകളെ കണ്ട് ഇവിടെ ഇരുന്ന് ഇവിടെ കുറേ ഗാർഡനും കുറേ പാർക്കും എല്ലാം ഉണ്ട്, മ്യൂസിയം ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഒത്തിരി സമയമാകും. അതുകൊണ്ട് നിങ്ങൾ മോർണിംഗ് വരിക. മോർണിംഗ് വന്നിട്ട് കോന്നി ആനക്കൂട് കാണുക. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് കൊട്ടവഞ്ചിയൊക്കെ കാണാൻ പോകും കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാം കേട്ടോ. കാരണം പിള്ളേരുടെ പേടിയൊക്കെ മാറും, പിള്ളേർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അടുത്തറിയാൻ പറ്റും. അപ്പോൾ ചെറിയ പിള്ളേരാണെങ്കിലും കുറച്ച് മുതിർന്ന പിള്ളേരാണെങ്കിലും അവരെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാം. കാരണം ഈ ആനയുടെ ചേഷ്ടകൾ, ആനയുടെ ഒരു ബിഹേവിയറൊക്കെ അവർക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചില പിള്ളേർക്ക് ആനകളെ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളൊക്കെ ഒത്തിരി പേടിയായിട്ടുള്ള കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട് കേൾക്കുമ്പോൾ പേടിക്കുന്ന പിള്ളേരുണ്ട്. അവർക്കൊക്കെ വളരെ സഹായകരമായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് കാണിക്കുമ്പോൾ. നിങ്ങൾ മാതാപിതാക്കളുടെ കൂടെ വന്ന് കാണുമ്പോൾ അവർക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതിന് പഠിക്കാൻ പറ്റും, അവരുടെ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റും. ഈ റീസെൻ്റ്ലി കുറേയധികം പിള്ളേരിൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറേ ഔട്ടിങ് കൊണ്ടൊക്കെ മാറാവുന്നേ ഉള്ളൂ കേട്ടോ. കാരണം നിങ്ങൾക്കൊരു സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ അവധി കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്ലേസുകൾ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇതൊരു ബെസ്റ്റ് പ്ലേസാണ്, പിള്ളേരെ കൊണ്ടൊക്കെ വരാൻ നല്ലൊരു പ്ലേസാണ്. കാരണം ഇവിടെ ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത് പാർക്കുണ്ട്, ഇതിന് ചേർന്ന് പാർക്കുണ്ട്, പിള്ളേർക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വരുമ്പം ഏകദേശം ഒരു 3 to 4 hours ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പാകത്തിന് വേണം വരാൻ. കാരണം പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ പാർക്കിലൊക്കെ പോയി കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോൾ കൂടുതൽ റെസ്ട്രിക്ഷൻ പാടില്ല കേട്ടോ. കാരണം കൂടുതൽ റെസ്ട്രിക്ഷൻ കൊടുത്ത് നമുക്ക് ഒരു എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല, അതുപോലെ അവർക്കൊരു എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പിള്ളേരെ കൊണ്ട് വന്നിട്ട് പിള്ളേരെ അടിക്കുന്നതും അല്ലെങ്കിൽ പിള്ളേരെ എന്താ പറയുക കുറേയധികം റെസ്ട്രിക്ഷൻ കൊടുക്കുന്നതൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ വലിയ നിയന്ത്രണങ്ങളൊന്നും ഇല്ല, നമുക്ക് ഓടിച്ചാടിയൊക്കെ നടക്കാം. പിള്ളേരെ കൊണ്ടൊക്കെ വരുന്നവർ കൂടുതലും എന്താ പറയുക അവരങ്ങ് അഴിച്ചു വിട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും, പിള്ളേർക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. കൂടുതൽ അവരെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും, അവർക്കും ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 3 to 4 hours ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇപ്പം ഏകദേശം 3-3:30-4 മണി ആകാൻ പോവാണ്. ഇന്നിപ്പോൾ കൊട്ടവഞ്ചിയൊന്നും കാണാൻ പോകാൻ പറ്റത്തില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകുന്ന അറിയില്ല കേട്ടോ. കാരണം ഇവിടെ 3-4 ആനകളെ ഉള്ളെങ്കിലും നമുക്കിതിനൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നല്ല രസമാണ്. കാരണം അതിൻ്റെ ചേഷ്ടകളും അതിൻ്റെ ബിഹേവിയറൊക്കെ കാണുമ്പോഴത്തേക്കും വളരെ രസകരമാണ്. ഇത് ഒത്തിരി ഇണങ്ങിയ ആന ആയതുകൊണ്ടായിരിക്കാം നമ്മളെ കാണുമ്പോൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. അതുപോലെ അതിൻ്റെ ഒരു ബിഹേവിയർ പല രീതിയിൽ അത് കാണിക്കുന്നു, നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ബിഹേവിയർ എനിക്ക് തോന്നുന്നു. സാധാരണ ആനകളുണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയുക അത്ര റെസ്പോണ്ട് ചെയ്യില്ല, കാരണം മാറി നിൽക്കത്തേ പക്ഷേ ഇവിടെ നമ്മൾ വരുമ്പോൾ ഉണ്ടല്ലോ ഈ ആനകളൊക്കെ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുവാണ്. നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും അടുത്തോട്ട് പോകുമ്പോഴാണെങ്കിലും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ പോസ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് നമ്മുടെ അടുത്ത് അതിങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫൊക്കെ വളരെ കോപ്പറേറ്റീവാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു തരും, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ അടുത്തൊരു കഫറ്റേരിയ ഉണ്ട് കേട്ടോ. നമുക്ക് പിള്ളേരെ കൊണ്ട് വരുമ്പോൾ എന്തെങ്കിലും ചായയോ കാപ്പിയൊക്കെ വേണമെങ്കിൽ നമുക്ക് കഫറ്റേരിയ പോയി കുടിക്കാം. അതുപോലെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് ഇവിടെ കുറേയധികം പ്ലേസുകളുണ്ട്, നമുക്ക് ഇരിക്കാൻ പറ്റിയ പ്ലേസുകളുണ്ട്. പിള്ളേരെ കൊണ്ടൊക്കെ വന്നിട്ട് കുറേ സമയം ഇരിക്കാൻ പറ്റിയ കുറേയധികം പ്ലേസുകളുണ്ട്. കുറേ ബെഞ്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ കുറേ മരങ്ങളുണ്ട്, നമ്മൾ കാണാത്ത ടൈപ്പ് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈവനിങ് വരണം നിർബന്ധമില്ല, മോർണിംഗ് തന്നെ വരിക. മോർണിംഗ് വരുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്കൊരു 9 o'clock വന്നിട്ടുണ്ടെങ്കിൽ ഒരു 9 മണിക്ക് സ്റ്റാർട്ടിങ്, ഒരു 9 മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോയി കൊട്ടവഞ്ചിക്ക് പോയി കാണാം. അതുപോലെ തന്നെ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇവിടെ എനിക്ക് 2 പിള്ളേരാണ് ഉള്ളത്, ഒരു 2.5 വയസ്സുള്ള കൊച്ചും 6 വയസ്സുള്ള കൊച്ചുള്ളത്. അപ്പോൾ 2 പേരും ഞാൻ അങ്ങോട്ട് ഇറക്കി വിട്ടേക്കുവാണ്. അവർ ഓടിപ്പാഞ്ഞ് നടക്കുവാണ്. അവർക്കൊരു റിലാക്സേഷനാണ്. കാരണം പലപ്പോഴും പിള്ളേരൊക്കെ വീട്ടിലിരിക്കും അവർക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ പിള്ളേർ എപ്പോഴും ചോദിക്കും, പപ്പ നമുക്ക് ഇന്ന് എങ്ങോട്ടാണ് പോവുക, ഒരു ശനിയാഴ്ച അല്ലെങ്കിൽ സൺഡേ കിട്ടുമ്പോൾ. എനിക്ക് കൂടുതൽ സമയം കിട്ടുന്നത് സൺഡേ ആണ്.
അല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ സൺഡേയിലൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനത്തെയുള്ള പ്ലേസുകൾ തപ്പി നടക്കും. പക്ഷെ നമ്മൾ റാന്നിയിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. പത്തനംതിട്ടയിൽ എനിക്കറിയാവുന്നത് ഈ ഒരു പ്ലേസാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലേസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അടിയിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നല്ല പ്ലേസുകൾ പിള്ളേരെ കൊണ്ടൊക്കെ പോകാൻ പറ്റിയ പ്ലേസുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ്. അവരിങ്ങനെ ഓരോന്നും ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണുമ്പോഴും അവിടെ പാർക്കിൽ കയറുമ്പോഴും എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഒരിക്കലും വീട്ടിൽ പിള്ളേരെയും കൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സന്തോഷം അവരെ കാണാൻ പറ്റത്തില്ല. അവർ ഈ പാർക്കിൽ ചെറിയ ചെറിയ റൈഡ്സിലൊക്കെ കയറുമ്പോൾ അവരുടെ സന്തോഷത്തിനിടയിൽ നമുക്കത് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും വീട്ടിലിരുന്ന് കുറച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് മാത്രം പിള്ളേരുടെ ഒരു ബിഹേവിയറോ അല്ലെങ്കിൽ പിള്ളേരുടെ ഡെവലപ്മെൻറ്റോ അത്ര നന്നായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പലപ്പോഴും എനിക്കിപ്പോൾ അവധി കിട്ടുമ്പോൾ എല്ലാം ഞാൻ ഈ പിള്ളേരെ കൊണ്ട് പുറത്ത് പോയി ഓരോന്ന് കാണിക്കുകയും അതുപോലെ തന്നെ കളിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ സ്കൂളിലെ ടീച്ചർമാർക്കൊക്കെ ആണെങ്കിലും ചെറിയ പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാം കേട്ടോ. അന്നേരം പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അതിനെപ്പറ്റിയും എല്ലാവരും ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടും. നമ്മളിപ്പോൾ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ പിള്ളേർ ഭയങ്കര സ്ട്രെസ്ഡായിട്ടുള്ള വർക്കിംഗ് ഡേയ്സൊക്കെ ആയിരിക്കും. കാരണം രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു, അവർ ഭയങ്കര സ്ട്രെസ്ഡൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ കൊണ്ടുപോവുകയാണെങ്കിൽ കുറേ പാർക്കും അതുപോലെ പല ചെറിയ ചെറിയ റൈഡ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ കയറുമ്പോഴത്തേക്കും അവർക്കും കുറച്ച് റിലാക്സേഷനും എൻ്റർടൈൻമെൻറ്റൊക്കെ കിട്ടും. പലപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യത്തിലുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുസ്തകത്തിൽ നിന്ന് ശരിക്കും വായിച്ച് പഠിക്കുന്നേക്കാളും ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ പിള്ളേർക്ക് പലപ്പോഴും അറിയാൻ മേലാത്ത കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാറില്ല. അവർ ശരിക്കും എന്താ പറയുക, ആ പുസ്തകത്തിൽ പഠിച്ചേക്കുന്ന കാര്യങ്ങൾ എന്താ പറയുക, ജസ്റ്റ് കാണപ്പം പഠിച്ചിട്ട് അവരെഴുതുന്നു. അവർക്കതിനെപ്പറ്റി ക്ലിയറായിട്ട് ഐഡിയ ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ഈ മ്യൂസിയത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാൻ പറ്റും. ആനയുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ സ്കെൽറ്റണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ശരിക്കും പഠിക്കാൻ പറ്റും, പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഓരോ കാര്യത്തെപ്പറ്റി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ് സംഭവം എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ മ്യൂസിയത്തിനകത്ത് കയറുമ്പോൾ കാണാൻ പറ്റും ഇഷ്ടംപോലെ ഇപ്പോൾ ആനയുടെ പാർട്സ്, അതുപോലെ തന്നെ ഇവിടെ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ, ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും ഷോർട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ചാനലിൽ എന്തൊക്കെയാണ് ഇടാറുള്ളത്. ഞങ്ങളുടെ ചാനലിൽ കൂടുതലും ട്രാവലിംഗ് വീഡിയോസാണ്, പിന്നെ കുക്കിംഗ് വീഡിയോസ് ഇടാറുണ്ട്, ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇടാറുണ്ട്. അങ്ങനെ സകലമാന വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ വീഡിയോസൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ. കാരണം ഒത്തിരി എഫോർട്ടൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ വീഡിയോയ്ക്ക് എഡിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എടുക്കുന്നതും എല്ലാം ഒത്തിരി എഫോർട്ട് എടുത്തിട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ. കൂടുതൽ ആളുകളിലേക്ക് എത്തിയുള്ളൂ ഇതിനെപ്പറ്റി കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം പലപ്പോഴും ഈ കോന്നി ആനക്കൂടിനെ പറ്റിയൊക്കെ ഒത്തിരി പേർക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ റാന്നി അല്ലെങ്കിൽ പത്തനംതിട്ട ഉള്ളവർക്ക് പോലും കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.